മഴക്കാല വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം വെള്ളം റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അതിന് പ്രിക്കോഷനായിട്ട് നമ്മളെപ്പോഴും ചൂടുള്ള വെള്ളം ചൂടുള്ള വെള്ളം എപ്പോഴും കുടിക്കാൻ ശ്രമിക്കുക. നമ്മൾ ജീരകം ഇടുന്ന ക്വാണ്ടിറ്റി കുറവാണ്. ഇപ്പോൾ വയറിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് രാവിലെ തന്നെ വെറും വയറ്റിൽ കുറച്ച് ജീരകം എടുത്ത് വെറും വയറ്റിൽ ഒരു ചെറിയ ഇത് ചവച്ചരച്ച് ഇറക്കിക്കഴിഞ്ഞാൽ വയറിലുള്ള ഡൈജഷൻ ഇഷ്യൂസ് ബാക്കിയുള്ള എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പോയി കിട്ടുന്നതായിരിക്കും. പിന്നെ കുറച്ച് കൊളസ്ട്രോളുള്ള ആൾക്കാരാണെങ്കിലും ജലദോഷം കഫക്കെട്ടൊക്കെ ഉള്ളവരാണെങ്കിലും സവാള കഴിക്കുക. സവാളയിൽ കുറച്ച് തേനൊഴിക്കുക. സവാള മുറിച്ചിട്ട് സവാളയിൽ കുറച്ച് തേനൊഴിച്ച് അതിൽ 2 മണി പൊടിച്ച കുരുമുളക് ഇട്ടിട്ട് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് ഒരു എംപ്റ്റി ആയിട്ടുള്ള സ്റ്റൊമക്കിൽ നമ്മളത് വെറുതെ എടുത്തിട്ടൊന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിലുള്ള ഒരു 90% അസുഖങ്ങളും ജലദോഷവും കഫക്കെട്ടും എല്ലാ സംഗതികളും നമുക്ക് മാറുന്നതായിരിക്കും. കൊളസ്ട്രോളിന് നല്ലൊരു മരുന്നാണ് സവാള. അതുപോലെ ജീരകം കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിൽ ഡൈജഷൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതും കൂടെ മാറുന്നതായിരിക്കും.